SPCL ബോണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ഒരു വീഡിയോ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ ദ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു, ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതായാലും SPCL ബോണ്ടിൻ്റെ തുടർച്ചയായ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന്, പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയം ആശംസിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, രസകരമായ ചാപ്റ്ററാണ്. ഏതായാലും ശരി, നമുക്ക് ഈ അഡ്സോർഷൻ എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞല്ലോ. അതിൽ ഫിസിക്കൽ അഡ്സോർഷനും കെമിക്കൽ അഡ്സോർഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അഡ്സോർഷൻ്റെ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാം. എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ എന്താണ്? എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു എം മാസുള്ള അഡ്സോർബെൻറ്റിൻ്റെ മേലെ എക്സ് മാസുള്ള അഡ്സോർബേറ്റ് പറ്റി പിടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ x/m എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കിട്ടും. അപ്പോൾ ഈ x/m എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ, എത്രമാത്രം അഡ്സോർബ് ചെയ്യുന്നുണ്ട്, അതാണ് x/m. സോ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ y ആക്സിലും പ്രഷർ x ആക്സിലും എടുത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ പ്രഷർ x ആക്സിൽ എടുത്തിരിക്കുന്നു, എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ y ആക്സിൽ എടുത്തിരിക്കുന്നു, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ഇപ്രകാരം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന ഒരു ഗ്രാഫിനെ ഐസോതേം എന്നാണ് പറയുക. അഡ്സോർഷൻ്റെ ഐസോതേം ആയതുകൊണ്ട് ഇതിനെ അഡ്സോർഷൻ ഐസോതേം എന്ന് പറയുന്നു. സോ നമുക്കിന്ന് പഠിക്കാനുള്ളത് അഡ്സോർഷൻ ഐസോതേം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, രണ്ട് തരത്തിലുള്ള അഡ്സോർഷൻ ഐസോതേംസ് ആണ് ഉള്ളത്. ഒന്ന് ഫ്രാൻലിഷ് അഡ്സോർഷൻ ഐസോതേം, മറ്റൊന്ന് ലാങ്മ്യൂർ അഡ്സോർഷൻ ഐസോതേം. പക്ഷെ നമുക്ക് ഈ ഫ്രാൻലിഷ് അഡ്സോർഷൻ ഐസോതേമേ പഠിക്കാനുള്ളൂ കാര്യമായിട്ട്. അത് തന്നെ ഫിസിക്കൽ അഡ്സോർഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ തന്നെ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫിസിക്കൽ അഡ്സോർഷനിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സോ ദ ടേം ഈസ് അഡ്സോർഷൻ ഐസോതേം. ഫ്രാൻലിഷ് അഡ്സോർഷൻ ഐസോതേം എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ, ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് x/m, ആൻഡ് പ്രഷർ ഓഫ് ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ആൻഡ് ദിസ് ഗ്രാഫ് ഓർ ദിസ് റിലേഷൻ can be mathematically expressed as x/m is equal to kp raised to 1/n, where k is a constant. X means the mass of adsorbate, we know, and m is the mass of adsorbent. P is automatically pressure. N is a number 1, 2, 3, 4 etc. ഓക്കെ, അപ്പം ഒരു റിലേഷനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ആ റിലേഷൻ x/m is equal to kp raised to 1/n എന്നാണെന്നും മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മളത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ x/m വൈയിലെടുത്തു, നേരത്തെ പറഞ്ഞു, പ്രഷർ എക്സിലെടുത്തു. സോ നമുക്ക് ഗ്രാഫ് കിട്ടുന്നു. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ 195 കെൽവിനിൽ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നു. അതുപോലെ മറ്റൊരു ടെമ്പറേച്ചറിൽ 244 കെൽവിനിൽ മറ്റൊരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നു. 273 കെൽവിനിൽ വേറൊരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് തോന്നും, ഇതെന്താണ് ടെമ്പറേച്ചർ വേരി ചെയ്തത്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സെയിം ടെമ്പറേച്ചറിലാണ് ഐസോതേം എന്നാണ്, സെയിം ടെമ്പറേച്ചർ എന്ന കൺസെപ്റ്റാണ്. സംശയം വേണ്ട, ഈ ഒരു ഗ്രാഫിൻ്റെ വേരിയേഷൻ, ഒരു ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്തുള്ള വേരിയേഷൻ x/m എഗെയിൻസ്റ്റ് പ്രഷർ വേരിയേഷൻ ആ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ്, അത് മാറ്റമേ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ അത് ഒറ്റയ്ക്ക് ഒരു ഗ്രാഫായിട്ട് നമുക്ക് നിർത്താൻ കഴിയും. ഇപ്പം 3 ഗ്രാഫ് ഒരുമിച്ച് എടുത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നിയത്. അപ്പോൾ ഇത് മാത്രം, ഈ 195K എന്ന് പറയുന്നത് മാത്രം വേണമെങ്കിൽ നമുക്കൊരു ഗ്രാഫിൽ നിർത്താൻ കഴിയും. അതുപോലെ 244 കെൽവിനുള്ളതും ഒരു ഗ്രാഫിൽ നിർത്താൻ കഴിയും. അപ്പോൾ 244 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 244 കെൽവിനിൽ x/m പ്രഷർ അനുസരിച്ച് എത്രമാത്രം വേരി ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടും. അതൊരു സെയിം പ്രഷർ, സെയിം ടെമ്പറേച്ചറാണ്. അതുകൊണ്ടാണ് അതിനെ ഐസോതേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 ഐസോതേംസ് ആണ് ശരിക്കും ഒരുമിച്ച് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് വരയ്ക്കുമ്പോൾ അത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ഗ്രാഫിൽ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് തുടങ്ങി വരുന്നത്. തുടക്കത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷനാണ്. ദാറ്റ് ഈസ് x/m വേരീസ് വിത്ത് പ്രഷർ ഡയറക്ട്ലി. ദാറ്റ് ഈസ് x/m ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു p, or x/m proportional to p raised to 1 initially.
പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ 195K എന്നൊക്കെ എഴുതി അതിൻ്റെ ആ സ്റ്റേജൊക്കെ കണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 244K എന്ന് എഴുതി അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും സ്ട്രേറ്റ് ലൈനാണ് കിട്ടുന്നത്. അതുവരെ ഇങ്ങനെ വേരി ചെയ്ത് വരുന്നുണ്ട്, പിന്നെ അത് സ്ട്രേറ്റ് ലൈനായിട്ട് പോവുക ചെയ്യുക. ദാറ്റ് മീൻസ് ആ ഒരു പ്രത്യേക പോയിന്റ് കഴിഞ്ഞാൽ, സ്ട്രേറ്റ് ലൈൻ ആരംഭിക്കുന്ന അവിടെ തൊട്ട് ഒരു പ്രത്യേക പോയിന്റ് കഴിഞ്ഞു ആ സ്ട്രേറ്റ് ലൈൻ ആരംഭിച്ച് പോവുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് x/m പ്രൊപ്പോർഷണൽ ടു p⁻0 ആണ്. പിന്നെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വാട്ട് എവർ ബി ദ ഇൻക്രീസ് ഇൻ പ്രഷർ, ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ x/m. x/mന് വേരിയേഷൻ ഇല്ല. അപ്പോൾ അവിടെ വരെ, അതായത് ആ ഒരു പ്രത്യേക പോയിന്റ് വരെ നമ്മളിങ്ങനെ ഗ്രാഫ് വന്ന് പിന്നെ സ്ട്രേറ്റ് ലൈൻ ആരംഭിക്കും പ്ലാറ്റോ പോലെ, അതുവരെ നമുക്ക് വേരിയേഷൻ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഏത് പോയിന്റിലാണോ സ്ട്രേറ്റ് ലൈനായിട്ട് പിന്നെ പോകുന്നത്, ദാറ്റ് പ്രഷർ ഈസ് കോൾഡ് സാച്ചുറേഷൻ പ്രഷർ. സാച്ചുറേഷൻ പ്രഷർ എന്നാണ് പറയുക. അതിനുശേഷം പിന്നെ വേരിയേഷൻ ഇല്ല. എത്ര പ്രഷർ കൂട്ടിയാലും പിന്നെ x/m വേരി ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിഷ്യലി എങ്ങനെ പറയാം, x/m പ്രൊപ്പോർഷണൽ ടു Kp⁻1 ലോ പ്രഷറിൽ. പക്ഷേ പ്രഷർ കൂടിയപ്പോൾ, ഹൈ പ്രഷർ റീജിയനിലേക്ക് എത്തിയപ്പോൾ x/m ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. ദാറ്റ് ഈസ് x/m ഈസ് ഈക്വൽ ടു Kp⁻0. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സ്, ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്ക് x/m ഈസ് ഈക്വൽ ടു Kp⁻0 to 1. 0 to 1. ഈ 0 to 1 എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഫ്രാക്ഷൻസ് ആയിരിക്കും. 0 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് എല്ലാം ഫ്രാക്ഷൻസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ കിട്ടുകയാണ്, ദാറ്റ് ഈസ് x/m ഈസ് ഈക്വൽ ടു Kp⁻1/n, വേർ n ഈസ് ഈക്വൽ ടു 2, 3, 4, 5 എക്സെട്ര. ക്ലിയർ നാവും. അത് പിന്നെ ഫ്രാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞു, x/m ഈസ് ഈക്വൽ ടു Kp⁻1/n. ഇങ്ങനെയാണ് അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ ഡെറിവേഷൻ. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ, കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി നോക്കിയേ, ഇത് ലോഗ് അപ്ലൈ ചെയ്യാൻ പോവാണ്. x/m ഈസ് ഈക്വൽ ടു Kp⁻1/n നമ്മൾ ലോഗ് അപ്ലൈ ചെയ്തു, കോമൺ ലോഗ് അപ്ലൈ ചെയ്തു. അപ്പോൾ എങ്ങനെ വരും, ലോഗ് x/m ഈസ് ഈക്വൽ ടു ലോഗ് k പ്ലസ് 1/n ലോഗ് p എന്ന് വരും. ഇതിൽ ലോഗ് കെനെ അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറ്റിയിടുക, 1/n ലോഗ് പി അവിടെ ഈസ് ഈക്വൽ ടു എടുത്ത് നിർത്തിയിട്ട് ലോഗ് കെനെ അപ്പുറത്തേക്ക് മാറ്റിയിടുക. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് കിട്ടും. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് വരും. അത് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഇതിൽ y എന്ന് പറയുന്നത് ഏതാണ്, ലോഗ് x/m ആണ്. പിന്നെ 1/n എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ലോപ്പായിരിക്കും. ഓക്കെ, ലോഗ് പി ആണ് എക്സിൽ വരുന്നത്, ആൻഡ് ലോഗ് കെ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ലോഗ് x/m ഈസ് ടേക്കൺ അലോങ് ദി y ആക്സിസ് ആൻഡ് ലോഗ് പി ഈസ് ടേക്കൺ അലോങ് ദി x ആക്സിസ്, ആൻഡ് വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. ആൻഡ് സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ സ്ലോപ്പ് വരച്ചു, ദാറ്റ് ഈസ് b/a എന്ന് പറയുന്ന ഒരു സ്ലോപ്പ് നമുക്ക് കിട്ടും. ദാറ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1/n. സോ 1/n സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു. അതിന് നോക്കിയേ, ഈ 1/n എന്ന് പറയുന്നത് സ്ലോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു നമ്പറാണ്. ആ സ്ലോപ്പ് ചിലപ്പോൾ 2 ആണെന്ന് വിചാരിക്കുക. ഈ 1/n എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് കിട്ടി എന്ന് വിചാരിക്കുക, സ്ലോപ്പ് 2 എന്ന് കിട്ടി എന്ന് വിചാരിക്കുക. ഈ 2 എന്ന് പറയുന്ന 1/n വാല്യൂ എന്തിലേക്ക് ഇട്ട് കൊടുക്കണം, ആ റിലേഷനിലെ ഐസോതേമിൻ്റെ റിലേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, ദാറ്റ് ഈസ് x/m ഈസ് ഈക്വൽ ടു Kp⁻2 എന്ന് വരും, Kp സ്ക്വയർ. ദാറ്റ് മീൻസ് പ്രഷറിൻ്റെ സ്ക്വയറിന് ഈക്വലാണ്, അല്ലെങ്കിൽ പിന്നെ പ്രൊപ്പോർഷനാണ് എന്ത്, x/m. പ്രഷർ ഡബിൾ ആയാൽ x/m 4 ടൈംസ് ആകും എന്നാണ് എൻ്റെ മീനിങ്. ഇപ്രകാരം x/m-ഉം പ്രഷറും തമ്മിലുള്ള വേരിയേഷൻ്റെ റിലേഷൻ കൃത്യമായിട്ട് തരുന്ന ഒരു എക്സ്പ്രഷനാണ് എന്ത്, ഐസോതേം, എസ്പെഷ്യലി ഫ്രാൻലിഷ് അഡ്സോർഷൻ ഐസോതേം. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ, ദാറ്റ് ഈസ് Kp⁻1/n, x/m ഈസ് ഈക്വൽ ടു Kp⁻1/n എന്ന റിലേഷൻ, അതിൻ്റെ ഡെറിവേഷൻ, ലോഗ് അപ്ലൈ ചെയ്ത സമയത്ത് കിട്ടുന്ന ഇക്വേഷൻ, അതിനുശേഷം അതിൻ്റെ ഗ്രാഫ്, പിന്നെ സ്ട്രേറ്റ് ലൈനായിട്ടുള്ള ഗ്രാഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ സ്ലോപ്പിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കൃത്യമായിട്ട് 1/n എന്ന ആ ഒരു വാല്യൂ കിട്ടുക. അത് കിട്ടിയാൽ പ്രഷറും x/m തമ്മിലുള്ള റിലേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അഡ്സോർഷൻ ഐസോതേം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിയേ, സൊല്യൂഷൻസിൻ്റെ കേസ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ ഗ്യാസിൻ്റെ കേസാണ്. അപ്പോൾ ഗ്യാസിലാണല്ലോ പ്രഷർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻസിൻ്റെ കേസിലാണ് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് എടുക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് അഡ്സോർഷൻ എന്ന കൺസെപ്റ്റ് എടുക്കുന്നതെങ്കിൽ, ഐസോതേം കൺസെപ്റ്റ് ഇങ്ങനെ വരും, x/m ഈസ് ഈക്വൽ ടു Kc⁻1/n. ഈ പ്രഷറിന് പകരം നമ്മൾ എന്തെടുത്തു, സി എടുത്തു എന്ന് മാത്രം. വാട്ട് ഇസ് സി, കോൺസെൻട്രേഷൻ, വേർ സി ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഇപ്പോൾ 2 കാര്യങ്ങളും ക്ലിയർ ആയില്ലേ, രണ്ടും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ 2 എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്, ഫോർ ഗ്യാഷ്യസ് സിസ്റ്റം x/m ഈസ് ഈക്വൽ ടു Kp⁻1/n, ആൻഡ് ഫോർ സൊല്യൂഷൻസ് x/m ഈസ് ഈക്വൽ ടു Kc⁻1/n. ഓക്കെ, അപ്പോൾ അഡ്സോർഷൻ ഐസോതേം വ്യക്തമായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഉണ്ട്.
ഈ അഡ്സോർഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ഒരു പോർഷൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് കാറ്റലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ എന്താ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ആൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. രാസമാറ്റത്തിന് വിധേയമാവാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ആൾട്ടർ ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉൾപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻ്റെ പേര് കാറ്റലൈസിസ് എന്നാണ്. ആ പ്രോസസ്സിൻ്റെ പേര്, കാറ്റലിസ്റ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് കാറ്റലൈസിസ് എന്നാണ്. ദ പ്രോസസ് ഇൻ വിച്ച് എ കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ടു ആൾട്ടർ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ അധികം കൊടുത്താൽ നഷ്ടമാണ് കമ്പനിക്ക് അല്ലേ. നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ നോക്കുന്ന സമയത്ത് പല വ്യവസായശാലകളിലൊക്കെ ഹൈ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വന്നാൽ എന്തൊക്കെ കത്തിക്കണം, ഡീസൽ, നാഫ്ത, കൽക്കരി പലതും കത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗ്യാസ് കത്തിക്കേണ്ടി വരും. സോ നഷ്ടമാണ്. ഒരിക്കലും ഒരു വ്യവസായശാല, ദാറ്റ് മീൻസ് ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എനർജി കുറഞ്ഞ പ്രൊഡക്ഷനിൽ നടക്കുമ്പോഴാണ്. അപ്പോൾ ലോ എനർജിയിൽ, ലോ കോസ്റ്റിൽ, ചീപ്പായിട്ട്, എക്കണോമിക്കലി ആൻഡ് കൺവീനിയൻ്റ്ലി ആൻഡ് ആസ് വെൽ ആസ് ദി എനർജറ്റിക്കലി വളരെ ലോവർ കണ്ടീഷനിൽ പ്രൊഡക്ഷൻ നടത്തുകയും ഹയർ ലെവലിലേക്ക് അത് വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോഴാണല്ലോ ഒരു വ്യവസായം മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് വേണ്ടത് ലോ ടെമ്പറേച്ചറിൽ ഈ പ്രോസസ്സ് ശക്തമായി നടക്കണം, സ്പീഡിൽ നടക്കണം, റേറ്റ് കൂടണം. അതിനുവേണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്താ പറയുക, ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കാറ്റലിസ്റ്റുകൾ എന്ന് പറയും. ആൻഡ് ദറ്റ് പ്രോസസ് ഈസ് കോൾഡ് കാറ്റലൈസിസ്. ഓക്കെ, ദർ ആർ 2 types ഓഫ് കാറ്റലൈസിസ്. 2 തരത്തിലുള്ള കാറ്റലൈസിസ് പ്രോസസ്സാണ് ഉള്ളത്. വളരെ സിമ്പിളാണ്. ഒന്ന് ഹോമോജീനിയസ് കാറ്റലൈസിസ്, 2 ഹെട്രോജീനിയസ് കാറ്റലൈസിസ്. വെരി സിമ്പിൾ. നമുക്ക് ആദ്യമായിട്ട് ഈ ഹോമോജീനിയസ് കാറ്റലൈസിസ് എന്താണെന്ന് നോക്കാം. നോക്കിയേ, ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുന്നു, ഒരു ഇക്വേഷൻ്റെ എക്സ്പ്രഷനാണ്, കെമിക്കൽ ഇക്വേഷൻ, ഒരു റിയാക്ഷനാണ്. 2SO2 + O2 gives 2SO3. വെരി സിമ്പിൾ. സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നിങ്ങൾക്കറിയാം, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, എനിവേ ലിസൺ. അപ്പോൾ ഇവിടെ SO2നെ SO3 ആക്കുന്നു. SO2 ഗ്യാസാണ്, ഓക്സിജനും ഗ്യാസാണ്. ഈ കേസിൽ വി ആർ യൂസിങ് എ കാറ്റലിസ്റ്റ് നൈട്രിക് ഓക്സൈഡ്. NO എന്ന് പറയുന്ന ഒരു ഗ്യാഷ്യസ് കാറ്റലിസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ NOയും ഗ്യാസാണ്, ഈ റിയാക്റ്റൻസും ഗ്യാസാണ്. ദാറ്റ് ഈസ് SO2ഉം O2ഉം ഗ്യാസാണ്. ഇത്തരത്തിൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫേസിലാണെങ്കിൽ, ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ, വി ക്യാൻ സേ ദ പ്രോസസ് ഈസ് ഓർ ദ റിയാക്ഷൻ ഈസ് ഹോമോജീനിയസ് കാറ്റലൈസിസ്. ഹിയർ ദ കാറ്റലിസ്റ്റ് ആൻഡ് ദ റിയാക്റ്റൻസ് ആർ ഇൻ ദ സെയിം ഫേസ് ഓർ ഫിസിക്കൽ സ്റ്റേറ്റ്, then we can say the reaction or the process is homogeneous catalysis. സിമ്പിൾ അല്ലേ, വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഹെട്രോജീനിയസ് കാറ്റലൈസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെരി സിമ്പിൾ, ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും അല്ലേ. സോ അതിനു മുൻപ് ഈ ഹോമോജീനിയസ് കാറ്റലൈസിസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, വളരെ നല്ല എക്സാമ്പിൾസ്. നമ്മൾ പണ്ട് കണ്ട ഒരു ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എക്സാമ്പിൾ ഓർമ്മയുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മൾ ഈ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ പഠിച്ച സമയത്ത് എടുത്ത ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടാവും. അതിൽ നമ്മൾ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് പഠിച്ച ഓർമ്മയുണ്ടാവും അല്ലേ. അതിൽ ഈത്തൈൽ അസറ്റേറ്റ് ആണ് അന്ന് നമ്മൾ പഠിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ മീത്തൈൽ അസറ്റേറ്റ് ഓർ മീത്തൈൽ എത്തനോവേറ്റ് എടുത്തിരിക്കുന്നു. സോ ഒരു മീത്തൈൽ എത്തനോവേറ്റ് എന്ന നമ്മുടെ എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. ആസിഡിൻ്റെ പ്രസൻസിലാണ് ഹൈഡ്രോളിസിസ് നടത്തുന്നത്. HCl ഇവിടെ ഹൈഡ്രോളിസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ എസ്റ്ററും പിന്നെ വാട്ടറും അതോടൊപ്പം തന്നെ HClഉം ലിക്വിഡ് ഫോമിലാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് കാറ്റലൈസിസ് അല്ലേ. റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണ്, ഫേസിലാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ അവിടെ കൊടുക്കുന്നു, അതായത് ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ, ഷുഗർ C12H22O11, ഷുഗർ, കെയിൻ ഷുഗർ, അതിൻ്റെ സൊല്യൂഷൻ എടുത്തു, അക്വ സൊല്യൂഷൻ എടുത്തു. അവിടെ കെയിൻ ഷുഗർ സൊല്യൂഷൻ ലിക്വിഡ് മീഡിയത്തിലാണ്, അതോടൊപ്പം തന്നെ വാട്ടർ ലിക്വിഡ് മീഡിയത്തിലാണ്. സൾഫ്യൂരിക് ആസിഡാണ് അവിടുത്തെ കാറ്റലിസ്റ്റായിട്ട് സപ്പോർട്ടിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. സോ അതും എന്തിലാണ്, ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് 2 നല്ല എക്സാമ്പിൾസ് കിട്ടി കഴിഞ്ഞാൽ ടോട്ടലി 3 എക്സാമ്പിൾസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഹോമോജീനിയസ് കാറ്റലൈസിസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഹെട്രോജീനിയസ് കാറ്റലൈസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ പോകാൻ കഴിയും. N2 + 3H gives 2NH3. ഇത് ഹേബർ പ്രോസസ് എന്ന അമോണിയയുടെ പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റെപ്പാണ്, ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ അത് ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് എൻ ഇക്വിലിബ്രിയം, യു നോ. അപ്പോൾ ഈ ഫോർവേഡ് റിയാക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നു. ഇവിടെ ഏതാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്? അയൺ ആണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. സോ അയൺ സോളിഡ് ആണ്, നമുക്കറിയാലോ അല്ലേ. ഇരുമ്പ് സോളിഡ് ആണ്, ഇപ്പോൾ മെറ്റലാണ്. അതോടൊപ്പം തന്നെ ഈ റിയാക്റ്റൻസ് നോക്കിയാൽ നമുക്ക് കാണാം, രണ്ടും എന്താണ്, ഗ്യാഷ്യസ് ഫോമിലാണ്. അപ്പോൾ ഗ്യാഷ്യസ് റിയാക്റ്റൻസും സോളിഡ് കാറ്റലിസ്റ്റുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫോമിലാണ്, ഡിഫറെൻറ്റ് ഫേസിലാണ്. Therefore we can say this process is a heterogeneous catalysis. Okay, so here the catalyst is in
different phase, that is physical state is different. So therefore from that of reactants, therefore this process is called heterogeneous catalysis. Clear ആയി? അപ്പോൾ രണ്ടെണ്ണം ക്ലിയർ ആയി. ഇനി heterogeneous catalysisന് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഒന്ന്, oxidation of ammonia into nitric oxide in the presence of platinum gauze in Ostwald process. So Ostwald process, you know, it is the method of preparation of nitric acid. Ostwald process is the method of preparation of nitric acid. Here we can convert this ammonia into nitric oxide. That's the first step. So ഇവിടെ അമോണിയയെ nitric oxide ആക്കുന്നു. So we can see ammonia is a gas, oxygen is a gas, but platinum gauze, platinum wire net എന്ന് പറയുന്നത് platinum is a metal that is in the solid form. So different phase ആണ്, different physical state ആണ്. So we can say this is an example for heterogeneous catalysis. Very simple. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ നമ്മൾ കട്ട പിടിപ്പിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ വനസ്പതി ഡാൽഡയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ ചെറിയ കവറുകളിലാക്കി പാക്ക് ചെയ്ത് കാർഡ്ബോർഡ് പെട്ടികളിലാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. വലിയ കണ്ടെയ്നർ ലോറികളിൽ ലിക്വിഡ് ഓയിലിനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, പാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇപ്രകാരം സോളിഡിഫിക്കേഷൻ ഓഫ് ഓയിൽസ് നടത്താറുണ്ട്. ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് നടത്തുന്ന സമയത്ത് എസ്പെഷ്യലി അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് നിക്കലാണ്. അപ്പോൾ നിക്കൽ ഈസ് എ സോളിഡ് മെറ്റീരിയൽ, യു നോ, ഇറ്റ്സ് എ മെറ്റൽ. വെറസ് വെജിറ്റബിൾ ഓയിൽ ഈസ് ഇൻ ദ ലിക്വിഡ് ഫോം, യു നോ. ആൻഡ് ഹൈഡ്രജനേഷനിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ്. അവിടെ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, സോളിഡ് ഉണ്ട്. ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫോംസിലാണ്, ഡിഫറെൻറ്റ് ഫേസസിലാണ്. ദർഫോർ ഇറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ വാട്ട് ഹെറ്ററോജീനിയസ് കാറ്റലൈസിസ്. സോ ഹെറ്ററോജീനിയസ് കാറ്റലൈസിസിന് 3 എക്സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞു. സോ വാട്ട് ഈസ് ഹോമോജീനിയസ് കാറ്റലൈസിസ്? ഗിവ് എക്സാമ്പിൾസ്. വാട്ട് ഈസ് ഹെറ്ററോജീനിയസ് കാറ്റലൈസിസ്? ഗിവ് എക്സാമ്പിൾസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എഴുതാൻ പഠിക്കുക. ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. സാധ്യമെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പ്രോസസ്സ് ധാരാളമുണ്ട് കെമിസ്ട്രിയിൽ. അവിടെയൊക്കെ നമ്മൾ പല കാറ്റലിസ്റ്റുകളും ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര, അപ്പോൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരും. ധാരാളം പ്രോസസ്സ് നിങ്ങൾക്കറിയാം, അതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രോസസ്സിൻ്റെ പേരും അതിൻ്റെ ഇക്വേഷനും മനസ്സിലാക്കി വെക്കുക, ഒപ്പം തന്നെ കാറ്റലിസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എഴുതിയെടുക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റ്, ഈ അഡ്സോർഷൻ നടക്കുന്നു, അതോടൊപ്പം തന്നെ കാറ്റലൈസിസ് പ്രോസസ് നടക്കുന്നു. ഇത് രണ്ടും രണ്ടായിട്ട് നിൽക്കേണ്ടതാണോ? ഇനി അഡ്സോർഷനും കാറ്റലൈസിസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എസ്പെഷ്യലി ഹെറ്ററോജീനിയസ് കാറ്റലൈസിസിലാണ് നമ്മളിത് പറയുന്നത്. കാരണം ഈ കാറ്റലിസ്റ്റ് സോളിഡ് ഫോമിൽ നിൽക്കുന്നു, എന്നാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ആൻ അഡ്സോർബെൻഡ് നൗ. അഡ്സോർബെൻഡ്, കാറ്റലിസ്റ്റ് സോളിഡ് ഫോമിൽ നിൽക്കുന്നു, ദാറ്റ് ഇസ് ആൻ അഡ്സോർബെൻഡ് നൗ. ഇനി ഇതിൻ്റെ മേലെ റിയാക്ട് ചെയ്യുന്നത് ഗ്യാസുകളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഹേബർ പ്രോസസ്സിൽ നമുക്കറിയാം അയേൺ ആണ് അവിടുത്തെ സോളിഡ് കാറ്റലിസ്റ്റ്. എന്നാൽ അതിലേക്ക് വന്ന് വീഴുന്ന, കൊളൈഡ് ചെയ്ത് വീഴുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് നൈട്രജനും ഹൈഡ്രജനുമാണ്. അത് രണ്ടും ഗ്യാസുകളാണ്. അപ്പോൾ ഗ്യാഷ്യസ് ഫോമിലുള്ള റിയാക്റ്റൻസ് സോളിഡ് ഫോമിലുള്ള കാറ്റലിസ്റ്റിൻ്റെ മേലെ വന്ന് വീണ് എങ്ങനെയാണ് റിയാക്ഷൻ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു വിശദീകരണം, എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്ന തിയറിയാണ് അഡ്സോർഷൻ തിയറി. സോ അഡ്സോർഷനും ഹെറ്ററോജീനിയസ് കാറ്റലൈസിസ് പ്രോസസും റിലേറ്റഡ് ആണ്. ഹെറ്ററോജീനിയസ് കാറ്റലൈസിസിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ശരിക്കും എന്ത് തരുന്നത്? അഡ്സോർഷൻ തിയറി തരുന്നത്. നമുക്കതിൻ്റെ സ്റ്റെപ്സൊക്കെ ഒന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്തിട്ട് കാറ്റലിസ്റ്റിൻ്റെ മേലേക്ക് വരണം. അപ്പോൾ സർഫസിലേക്ക് വരണം, കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് വരണം, ഡിഫ്യൂസ് ചെയ്ത് എവിടെന്നെങ്കിലും വരണം. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്, 2 സിലിണ്ടേഴ്സിലൂടെ റിയാക്റ്റൻസ് കൊടുക്കുന്നു. ഈ റിയാക്റ്റൻസ് ഡിഫ്യൂസ് ചെയ്തിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ട് എവിടേക്ക് വരും? അവസാനം കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് വരും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ദ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആർ ഡിഫ്യൂസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യണം, അല്ലേ? കൊളൈഡ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കണ്ടേ? വീഴിലാണല്ലോ കൊളൈഡ് ചെയ്യുക, പിടിക്കലാണ് കൊളൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് adsorption. So second stage എന്ന് പറയുന്നത് reactant molecules are adsorbed on the surface of the catalyst. കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്യപ്പെടുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. കൊളീഷൻ നടന്നു, കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഫോംഡ്. പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ റിയാക്റ്റൻസ് കൊളൈഡ് ചെയ്തു, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. കാരണം കാറ്റലിസ്റ്റിൻ്റെ റോൾ അതാണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കാറ്റലിസ്റ്റ് ക്യാൻ റെഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ ആർക്ക് കഴിയും? കാറ്റലിസ്റ്റിന് കഴിയും. അനദർ പാത്ത് ഈസ് ക്രിയേറ്റഡ്. ഓക്കെ, സോ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തു, പ്രോഡക്റ്റ് ഫോം ചെയ്തു. അതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? പ്രോഡക്റ്റ് ഫോം ചെയ്തു, അത് അവിടുന്ന് പോകണം. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് പ്രോഡക്റ്റ് പോകണം. അപ്പം നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടായി. അമോണിയ എപ്പോഴും ആ കാറ്റലിസ്റ്റിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല.
പറ്റില്ല, അത് അവിടുന്ന് പോകണം. സോ ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് ഡീസോർബ് ചെയ്ത് പോകണം. ഡീസോർഷൻ നമ്മൾ പഠിച്ചാണല്ലോ ടേം അല്ലേ, ഓർമ്മയുണ്ട്. അപ്പോൾ ഡീസോർബ് ചെയ്ത് പോയി. സോ ഡീസോർഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്, അതാണ് 4th സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയുണ്ടായ പ്രോഡക്റ്റ്, അതായത് അഡ്സോർബ് ചെയ്ത് പറ്റി പിടിച്ചിരുന്ന പ്രോഡക്റ്റ് ഡീസോർബ് ചെയ്തു, ഇനി അത് ഡിഫ്യൂസ് ചെയ്തിട്ട് എവിടേക്ക് എത്തണം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. ഓക്കെ, സോ ഡിഫ്യൂഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. 5 സ്റ്റെപ്പ് ക്ലിയർ ആയോ? വെരി വെരി സിമ്പിൾ. ഓക്കെ, ഓരോ പോയിന്റ് നോട്ട് ചെയ്യണം, നോട്ട് തയ്യാറാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസാണ് കാണിച്ചിരിക്കുന്നത്. ഫ്രീ വാലൻസീസ് ആണ് കാറ്റലിസ്റ്റിലുള്ളത്. കാറ്റലിസ്റ്റിൻ്റെ ഫ്രീ വാലൻസീസുമായിട്ടാണ് അഡ്സോർബ് ബന്ധപ്പെടുന്നത്, ശരിക്കും റിയാക്ടൻ്റ് മോളിക്യൂൾസ് ബന്ധപ്പെടുന്നത്, റിലേഷൻ ഉണ്ടാക്കുന്നത്. ആ റിലേഷനിലാണ് കൃത്യമായിട്ട് അഡ്സോർഷൻ അവിടെ നടക്കുന്നത്. അവിടെ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേണമല്ലോ. നമ്മൾ 2 തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീക്ക് വാണ്ടർ വാൾ ഫോഴ്സുകൾ വെച്ചിട്ടുള്ളത് ഫിസിക്കൽ അഡ്സോർഷൻ, പിന്നെ സ്ട്രോങ് കെമിക്കൽ ബോൺസ് വെച്ചിട്ടുള്ളത് കെമിക്കൽ അഡ്സോർഷൻ. അപ്പോൾ ഇവിടെ അഡ്സോർഷൻ നടന്നു. ആ അഡ്സോർഷൻ നടക്കുന്നതിന് വാലൻസീസ് വേണം. കാറ്റലിസ്റ്റിൻ്റെ സർഫസിലൊക്കെ ഫ്രീ വാലൻസീസ് ഉണ്ടായിരിക്കും. മെറ്റലാണ്, ആ മെറ്റലിൻ്റെ ഫ്രീ വാലൻസീസ് ആണ് അഡ്സോർഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ റിയാക്ടൻ്റ് മോളിക്യൂൾസ് എയും ബിയും കൂടി വന്നു. ആ എയും ബിയും അഡ്സോർബ് ചെയ്തു. സോ അഡ്സോർഷൻ ഓഫ് റിയാക്റ്റീവ് മോളിക്യൂൾസ് നടന്നതിൻ്റെ ചിത്രമാണ് രണ്ടാമത്തത്. ഇനി എന്ത് ചെയ്യണം, ഈ അഡ്സോർഷൻ നടന്ന മോളിക്യൂൾസ് എന്ത് ചെയ്തു, പ്രോഡക്റ്റ് ഫോമായിട്ട് മാറണം. അത് എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റായിട്ട് മാറി. സോ എയും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് എന്തായി മാറി, എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റായി മാറി. അതാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന 3rd ഡയഗ്രാം. ഇനി ആ 4th ഡയഗ്രത്തിലേക്ക് പോകുമ്പോൾ ഡീസോർഷൻ നടന്നു കഴിഞ്ഞു, കണ്ടോ. അപ്പോൾ എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡീസോർബ് ചെയ്തു, ആൻഡ് വി ഗെറ്റ് വാട്ട്, എ ബി എന്ന പ്രോഡക്റ്റും കിട്ടി, കാറ്റലിസ്റ്റ് അങ്ങനെ തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാട്ട് പണ്ട് പഠിച്ചത് ഓർത്ത് നോക്കുക. പക്ഷി പാറി വന്നു പാറമേലിരുന്നു, പിന്നെയോ പക്ഷി പാറിപ്പോയി പാറ ബാക്കിയായി എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ പക്ഷിയാണ് ഇവിടെ റിയാക്റ്റൻസ്. പക്ഷേ പറന്ന് വരുന്ന സമയത്ത് റിയാക്റ്റൻ്റ് ഉള്ളൂ. പറന്ന് വന്ന് പാറമേലിരുന്നു, പാറയാണ് ഇവിടെ എന്ത്, കാറ്റലിസ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ എന്തായി, പാറേൻ്റെ മേലെ നിന്ന് പക്ഷി പറന്നു പോയപ്പോൾ അതെന്തായി, പ്രോഡക്റ്റായി. അപ്പോൾ എന്താ അവിടെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഏതായാലും ശരി. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, എന്താണ് അഡ്സോർഷൻ്റെ ഇൻഫ്ലുവൻസ്. അഡ്സോർഷൻ എന്ന് പറയുന്നതും ഈ കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായി. ഓക്കെ, വെരി സിമ്പിൾ, വളരെ എളുപ്പമുള്ളൊരു ഭാഗമാണത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്ന് മീഥേനും വാട്ടറും ആകുന്ന പ്രവർത്തനത്തിൽ നിക്കലാണ് ഇപ്രകാരം കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നിട്ട് വേറൊരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, മെഥനോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അവിടെ എത്തിയപ്പോൾ കാറ്റലിസ്റ്റ് മാറി, കണ്ടോ. അവിടെ കോപ്പറും സിങ്ക് ഓക്സൈഡ് ആൻഡ് ക്രോമിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു റിയാക്ടൻ്റ് സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് കാറ്റലിസ്റ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. കാറ്റലിസ്റ്റ് മാറുമ്പോൾ എന്ത് മാറുന്നുണ്ട്, പ്രോഡക്റ്റ് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് കാറ്റലിസ്റ്റ് ക്യാൻ ഡയറക്ട് ദ റിയാക്ഷൻ ടു ഗെറ്റ് ഡിസൈഡ് പ്രോഡക്റ്റ്. അതാണല്ലോ സ്പെസിഫിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അതാണ്. ഓക്കെ, ഇനി വീണ്ടും കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും എടുത്തു, വെറും കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടന്നെങ്കിൽ വി ഗെറ്റ് വാട്ട്, എന്താ കിട്ടിയത്, മെഥനാലാണ് കിട്ടുന്നത്, ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആർ ഒബ്റ്റെയിൻ. സെയിം റിയാക്ടൻസ് ആർ ടേക്കിംഗ്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ തന്നെയാണ് എടുക്കുന്നത്, ബട്ട് വി ഗെറ്റ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഈ ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് റിസർച്ച് മൈൻഡഡ് ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഗുണകരമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് കാറ്റലിസ്റ്റുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് കാറ്റലിസ്റ്റിനുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. കാറ്റലിസ്റ്റ് വളരെ ആക്റ്റീവാണ്, പെട്ടെന്ന് റിയാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓരോ പ്രോപ്പർട്ടി ആയിട്ട് നോക്കാം, ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ തന്നെ ആക്ടിവിറ്റി, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി. ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ആക്സലറേറ്റ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ കൂട്ടാനുള്ള കഴിവ്, ദാറ്റ് ഈസ് കോൾഡ് ആക്ടിവിറ്റി. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെലക്ടിവിറ്റി. ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, 3 എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഒരു ഡിസൈർഡ് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് ഉപയോഗിക്കണം. സോ ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഗെറ്റ് എ ഡിസൈർഡ് പ്രോഡക്ട്സ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഉൽപ്പന്നം കിട്ടണമെങ്കിൽ, പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാറ്റലിസ്റ്റ് ഉപയോഗിക്കണം. ആ കാറ്റലിസ്റ്റിൻ്റെ ആ എബിലിറ്റി, അതായത് സെലക്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവ്, ദാറ്റ് ഈസ് കോൾഡ് സെലക്ടിവിറ്റി. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ദാറ്റ് ഈസ് ഷേപ്പ് സെലക്ടിവിറ്റി. ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷേ എല്ലാ കാറ്റലിസ്റ്റിനും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാറ്റലിസ്റ്റിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷേ എല്ലാ കാറ്റലിസ്റ്റിനും ഇല്ല, ചില കാറ്റലിസ്റ്റിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഈ വാട്ടർ സോഫ്റ്റനിങ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചിട്ടുണ്ട്. വാട്ടർ സോഫ്റ്റനിങ്ങിൽ അതായത് ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ് കളയുന്ന ഒരു പ്രോസസ്സ്. അവിടെ നമ്മൾ സിയോലൈറ്റ് എന്ന് പറയുന്ന ഒരു സിലിക്ക ക്രിസ്റ്റലിനെ കുറിച്ച് പഠിച്ച് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ സിയോലൈറ്റ്സുകൾ സീവുകളുള്ളതാണ്. എന്താ സീവ് എന്ന് പറഞ്ഞാൽ അരിപ്പകളാണ്, ധാരാളം ഫിൽറ്റർ ഹോൾസ് ഉള്ളതാണ്. ആ ഫിൽറ്റർ ഹോൾസ് ഉള്ള സീവുകളുള്ള ഹണി കോംബ് സ്ട്രക്ചർ, തേനീച്ചക്കൂട് പോലത്തെ ഹണി കോംബ് സ്ട്രക്ചറുള്ള ക്രിസ്റ്റലുകളെയാണ് സിയോലൈറ്റുകൾ എന്ന് പറയുക.
അത്തരത്തിലുള്ള സിയോലൈറ്റുകളുടെ ഒരു പ്രത്യേകത, സിയോലൈറ്റുകളുടെ പോർസിൻ്റെ ഷേപ്പ്, ആ പോറിനൊരു ഷേപ്പ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ പിന്നെ ബെൻസിൻ റിങ് പോലെ ഹെക്സഗൺ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ പെൻറ്റഗൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ്, എന്തെങ്കിലും പ്രത്യേക ഷേപ്പിലായിരിക്കും ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള സീവുകളുടെ ഷേപ്പും ഈ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ ഷേപ്പും ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലായി വരികയും എന്നിട്ട് റിയാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാറ്റലിസ്റ്റ്, അത്തരത്തിലുള്ള ഒരു എബിലിറ്റി, ദാറ്റ് ഈസ് കോൾഡ് ഷേപ്പ് സെലക്ടിവിറ്റി. ഓക്കെ, നമുക്ക് നോക്കാം. ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോർ സ്ട്രക്ചർ, സുഷിരങ്ങളുടെ സ്ട്രക്ചർ, ദ പോർ സ്ട്രക്ചർ ഓഫ് ദ കാറ്റലിസ്റ്റ് ആൻഡ് മോളിക്കുലാർ സൈസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ് മോളിക്യൂൾസ്. ഇപ്പോൾ മോളിക്യൂളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മോളിക്യൂളിൻ്റെ സൈസും പിന്നെ ഈ പറയുന്ന പോറിൻ്റെ സൈസും അല്ലെങ്കിൽ ഷേപ്പും തമ്മിൽ ഒരു താതാത്മ്യം വേണം, ഒരു പിന്നെ സാമ്യത വേണം, സാദൃശ്യം വേണം, സിമിലാരിറ്റി വേണം, ഐഡൻറ്റിക്കലായിരിക്കണം ഓൾമോസ്റ്റ്, എങ്കിൽ അത് സ്പീഡപ്പ് ചെയ്യും റിയാക്ഷനെ. സോ സിയോലൈറ്റ്സ് ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. സിയോലൈറ്റ്സ് ആർ സിലിക്കേറ്റ്സ് വിത്ത് ഹണികോംബ് സ്ട്രക്ചർ. ഓർത്തിരിക്കുക. എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ ZSM5 എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ദറ്റ് ഈസ് സിയോലൈറ്റ് സീവ് മോളിക്കുലാർ പൊറോസിറ്റി 5 എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. അതാണ് സാധാരണ മെത്തനോളിനെ പെട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മെത്തനോൾ മീൻസ് CH3OH. ഈ മെത്തനോളിനെ പെട്രോൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ, ദറ്റ് ഈസ് കാറ്റലിസ്റ്റ്, ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഗ്യാസോലിൻ പ്രിപ്പറേഷൻ, ആർട്ടിഫിഷ്യലായിട്ട് ഗ്യാസോലിൻ ഉണ്ടാക്കുക, കൃത്രിമ പെട്രോൾ എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയൽ. സോ ഈ ഗ്യാസോലിനെ മെത്തനോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ്, ദാറ്റ് ഈസ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. ദ നെയിം ഈസ് ZSM5. ഈ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എക്സാമിന് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് എൻസൈംസിനെ കുറിച്ചാണ്. കാറ്റലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന എൻസൈംസാണ്. കാരണം അറിയാമോ, നമ്മുടെ ശരീരത്തിൽ എൻസൈംസ് ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ എവിടെയോ ഇതിൽ വായിച്ചതാണ്. നമ്മുടെ ശരീരത്തിൽ സ്റ്റൊമക്കിൽ എൻസൈംസ് ഇല്ല എന്ന് വിചാരിക്കുക, ദഹനരസം ഇല്ല എന്ന് വിചാരിക്കുക, നമുക്ക് ഡൈജഷൻ നടക്കുന്നില്ല, ഒരവസ്ഥ വരും. അപ്പോൾ അത്തരത്തിൽ ഡൈജഷൻ നടന്നിട്ടില്ലാത്ത ഒരവസ്ഥയിൽ, ദാറ്റ് ഈസ് എൻസൈംസ് ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥയിൽ ഒരു ചപ്പാത്തി കഴിക്കുന്ന ഒരാളുടെ ആ ചപ്പാത്തി ഡൈജസ്റ്റ് ചെയ്യാൻ 10⁻20 years വേണം എന്നാണ് ഞാനതിൽ വായിച്ചിരുന്നത്. അതെനിക്ക് കൃത്യം ഓർമ്മയില്ല, വളരെ മുമ്പാണ്, വർഷങ്ങൾക്ക് മുൻപാണ്. 10⁻20 years നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. 10⁻20 വർഷം, അത്രയും വർഷം ഉണ്ടെങ്കിൽ ഒരു ചപ്പാത്തി പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് പോകുള്ളത്രേ. എപ്പോഴും എൻസൈംസ് ഇല്ലെങ്കിൽ. അപ്പോൾ എൻസൈമിൻ്റെ പരിപാടി ക്ലിയർ ആയില്ലേ, കൃത്യമായി. എന്താ സ്പീഡിലായിരിക്കും എൻസൈം നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. സോ എൻസൈംസ് ആർ ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്, ഒരു സംശയം വേണ്ട അല്ലേ. ബയോകെമിക്കൽ കാറ്റലിസ്റ്റുകളാണ്. ദേ ആർ പ്രോട്ടീൻസ് വിത്ത് ഹൈ മോളിക്കുലാർ മാസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ദേ ആർ പ്രോട്ടീൻസ് വിത്ത് ഹൈ മോളിക്കുലാർ മാസ്. പിന്നെയോ ഹൈലി എഫിഷ്യൻറ്റ്, വളരെ എഫിഷ്യൻ്റ് ആണ്. കുറച്ച് മതി, അയാൾ കൃത്യമായിട്ട് പ്രവർത്തിക്കും. അയാളെ നമ്മൾ പിന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സ്വയം അയാൾ പ്രവർത്തിച്ചു കൃത്യസമയത്ത് കൃത്യമായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് നമ്മെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഡൈജഷൻ മാത്രമല്ല, മറ്റു തരത്തിലും ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഹൈലി സ്പെസിഫിക്, കൃത്യമായിട്ട്. അപ്പോൾ പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, അമിലേസ്, ഇതൊക്കെ ഓരോന്നായിട്ടാണ്. അപ്പോൾ യൂറിയേസ്, സൈമേസ്, ഇൻവെർട്ടേസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ എൻസൈമിന് ഓരോ ഫംഗ്ഷനാണ്, ഹൈലി സ്പെസിഫിക് ആണ്. അയാൾ അത് മാത്രമേ ചെയ്യൂ, വേറെ ഒരു കാര്യമില്ല. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഏതാണോ അതിനനുസരിച്ചാണ്, ഈ സബ്സ്ട്രേറ്റ് ഏതാണോ അതിനനുസരിച്ചാണ്, അഥവാ റിയാക്റ്റൻസ് ഏതാണോ അതിനനുസരിച്ച് മാത്രമാണ് കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് എൻസൈം വർക്ക് ചെയ്യുക. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹൈലി സ്പെസിഫിക്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ആൻഡ് pH. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്. ടെമ്പറേച്ചർ വല്ലാണ്ട് മാറിക്കഴിഞ്ഞാൽ ഈ എൻസൈംസ് ഡാമേജ്ഡ് ആയി പോകും, എൻസൈമിൻ്റെ ആക്ഷൻ ഇല്ലാണ്ടാവും. pH-ൽ വലിയ മാറ്റം വന്നാലും എന്ത് സംഭവിക്കും, എൻസൈം വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹൈലി ആസിഡിക് ആയിരിക്കുന്ന ഫുഡ് കഴിക്കുന്ന സമയത്ത്, ഹൈലി ആസിഡിക് ആയിരിക്കുന്ന അവസ്ഥയിൽ, അതുപോലെ ഹൈലി ആൽക്കലൈൻ ആയിരിക്കുന്ന ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എൻസൈംസ് കൃത്യമായിട്ട് വർക്ക് ചെയ്തോളുന്നില്ല. അതുപോലെ പനി പിടിക്കുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ വല്ലാണ്ട് റൈസ് ചെയ്തു, അങ്ങനെ വരുന്ന സമയത്തും ചിലപ്പോൾ ഈ എൻസൈംസ് ഡാമേജ്ഡ്. അപ്പോൾ പനിയൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല, ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുക. അപ്പോൾ ഡൈജഷനെ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ ആക്ടിവിറ്റി ഓഫ് ദിസ് പ്രോട്ടീൻ, ദാറ്റ് മീൻസ് എൻസൈം, ഡിപ്രസ് ചെയ്യപ്പെടും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് എൻസൈംസ് ആർ ഹൈലി എഫിഷ്യൻറ്റ്, ഹൈലി സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ആൻഡ് pH. ഓർത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് വെരി സിമ്പിൾ, നിങ്ങൾ പഠിച്ചത് തന്നെ, നമ്മൾ പലപ്പോഴായി കേട്ടുള്ളത് തന്നെ, എന്നാലും ഒന്നുകൂടി. സോ കെയിൻ ഷുഗറിൽ നിന്ന് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്, പഞ്ചസാരയിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അവിടെ നമ്മൾ എൻസൈം ഉപയോഗിക്കാറുണ്ട്. ഈസ്റ്റാണല്ലോ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലുള്ളൊരു എൻസൈം ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഇൻവെർട്ടേസ്. അതായത് ഇൻവേർട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഈ കെയിൻ ഷുഗർ എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. കെയിൻ ഷുഗർ എന്ന ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി മെറ്റീരിയലിനെ
ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. അതിൽ ഫ്രക്ടോസിനാണ് ഓവർവെയിം വരുന്ന റൊട്ടേഷനിൽ, അത് ലേവോ റൊട്ടേറ്ററിയാണ്, ഇടത്തോട്ട് തിരിക്കും ലൈറ്റിനെ. അതുകൊണ്ടാണ് അത് എന്തായി മാറുന്നത്, ഇൻവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണെന്ത്, ഇൻവെർട്ടേസ്. അപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, കിട്ടാൻ സാധ്യതയില്ല. ശരി, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും ഒപ്റ്റിക്കൽ ഐസോമറീസ് ഒക്കെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞതെന്ന്. ഓക്കെ, അതുവരെ തൽക്കാലം മനസ്സിലാക്കുക ഏത് എൻസൈമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന ഈ പ്രോസസ്സിൽ വിച്ച് എൻസൈം ഈസ് ആക്ടിങ്, ഇൻവെർട്ടേസ്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കുന്ന പ്രോസസ്, ദാറ്റ് ഇസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. ഇൻഡസ്ട്രിയൽ മെത്തേഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. സോ ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കുന്ന പ്രോസസ്സിൽ ഈഥൈൽ ആൽക്കഹോളാക്കി മാറ്റുന്ന പ്രോസസ്സിൽ ഏത് എൻസൈമാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്, സൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻ ടു മാൾട്ടോസ്, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്ന പ്രോസസ്സിൽ ഡൈസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻസൈംസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക. കൂടുതൽ എൻസൈംസ് ഉണ്ട്, എൻസൈംസിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം ബയോകെമിസ്ട്രിയിലൊക്കെ ഇഷ്ടംപോലെ ആക്ട് ചെയ്യുന്ന നമുക്ക് അറിയപ്പെടുന്ന എൻസൈംസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മിനിമം എൻസൈംസിൻ്റെ പേരൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, കുറച്ചെണ്ണം നമ്മൾ ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. ടേബിൾ പോസ് ചെയ്തിട്ട് ഈ ടേബിളിലുള്ള എൻസൈംസും ആ റിയാക്ഷനും കൺവേർഷനൊക്കെ മനസ്സിലാക്കുക. അതിൽ സോഴ്സ് കൂടി മനസ്സിലാക്കുക. ഈസ്റ്റാണോ, മാൾട്ടാണോ, സോയാബീനാണോ, പിന്നെ സ്റ്റൊമക്കിൽ ആക്ട് ചെയ്യുന്ന പെപ്സിനെ പോലത്തെ കാര്യങ്ങളാണോ, എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, എന്തൊക്കെയാണ് റിയാക്റ്റൻസ്, പ്രോഡക്റ്റ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയുണ്ട്, ഒരു മെക്കാനിസം, ഒരു ചെറിയൊരു മെക്കാനിസം. അതിനെ നമുക്ക് ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, ഒരു എൻസൈം എങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. വളരെ വളരെ സിമ്പിളാണ്. 3 സ്റ്റെപ്സിലാണ് റിയാക്ട് ചെയ്യുന്നത്. സിംപ്ലി പറഞ്ഞാൽ E+S ഗീവ്സ് ES, ES ഗീവ്സ് EP, EP ഗീവ്സ് E+P. കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇ, എന്താണ് എസ് എന്താണെന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇ എന്ന് പറഞ്ഞാൽ എൻസൈമും സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മേലെയാണോ വർക്ക് ചെയ്യണത് അതാണ് സബ്സ്ട്രേറ്റ്. എന്തിൻ്റെ മേലെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും, അതിൻ്റെ മേലെയാണല്ലോ വർക്ക് ചെയ്യുന്നത് എൻസൈം. അപ്പോൾ എൻസൈം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് ആദ്യം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു പ്രോഡക്റ്റ്, ദാറ്റ് മീൻസ് ഒരു മെറ്റീരിയൽ കിട്ടും. ദാറ്റ് ഇസ് കോൾഡ് ES കോംപ്ലക്സ്. ഒരു കോംപ്ലക്സ് ആണ്. ഫാസ്റ്റാണ് ഈ റിയാക്ഷൻ, റിവേഴ്സിബിൾ റിയാക്ഷനാണ്. പിന്നെയോ ഹിയർ എൻസൈം ബൈൻഡ്സ് വിത്ത് സബ്സ്ട്രേറ്റ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഓർത്തിരിക്കുക. സ്റ്റെപ്പ് 2 ES ഈസ് കൺവേർട്ടഡ് ടു EP. ദാറ്റ് ഇസ് വെരി സിമ്പിൾ. എൻസൈം എന്തായി മാറുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി മാറി. വെരി സിമ്പിൾ. ഓക്കെ, ലാസ്റ്റ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഡികമ്പോസ് ചെയ്യുമ്പോൾ എന്തായി മാറും, എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറും. ഈ സ്റ്റെപ്സ് ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ, ഡയഗ്രാമാറ്റിക് എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ കഴിയും. നോക്കിയേ, ലോക്ക് ആൻഡ് കീ മെത്തേഡ് എന്നല്ലേ പറയുക, ലോക്ക് ആൻഡ് കീ മെത്തേഡാണിത്. അപ്പോൾ ലോക്കും കീയും തമ്മിലുള്ള ഒരു റിലേഷൻ പോലെയാണ്. സബ്സ്ട്രേറ്റ് ഇവിടുത്തെ റിയാക്റ്റൻ്റ് ആണ്. ആ റിയാക്റ്റൻറ്റിൽ കാറ്റലിസ്റ്റ് എൻസൈം ആക്ട് ചെയ്യുന്നു. ആൻഡ് E and ES കമ്പൈൻഡ് ഫോം ES കോംപ്ലക്സ്. ദാറ്റ്സ് എൻ ഇക്വിലിബ്രിയം. ആക്ച്വലി അതൊരു ഇക്വിലിബ്രിയമാണ് നമുക്കറിയാം. അങ്ങനെ ES കോംപ്ലക്സ് നമുക്ക് കിട്ടി. ഈ ES കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആണ്, ഇൻ്റർമീഡിയറ്റ് ആണ്. ദാറ്റ് ഈസ് ഡികമ്പോസ്ഡ് ആൻഡ് വി ഗെറ്റ് വാട്ട്, എൻസൈം ആൻഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ ഈ സബ്സ്ട്രേറ്റ് അഥവാ റിയാക്റ്റൻ്റ് ഇപ്പോഴെന്തായി മാറി, പ്രോഡക്റ്റായി മാറി. സോ ദിസ് മെക്കാനിസം ഈസ് കോൾഡ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. നന്നായിട്ട് ഓർത്തിരിക്കുക. ചെറിയ ഡയഗ്രമൊക്കെ വരച്ച് പഠിച്ചാൽ നല്ലത്. ആ ഇക്വേഷൻസ് സ്റ്റെപ്സൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി 2-3 കാര്യങ്ങൾ കൂടിയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയിൽ പ്രധാനപ്പെട്ട 2 ആൾക്കാർ കൂടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. ഒന്ന് പ്രൊമോട്ടേഴ്സാണ്, 2 പോയ്സൺസ്. വാക്കിൽ തന്നെ അതുണ്ട്, ആ ടേംസ് തന്നെ അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഓക്കെ, പ്രൊമോട്ടേഴ്സ് എന്താ നോക്കാം. സബ്സ്റ്റൻസസ് വിച്ച് ആർ നോട്ട് കാറ്റലിസ്റ്റുകളല്ല ദംസെൽസ്, ബട്ട് ദേ ക്യാൻ ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് അല്ല ശരിക്കത്, പക്ഷേ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന, കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന, സ്പീഡപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ, ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോട്ടർ. ഓക്കെ, ഇനി പോയ്സൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, സബ്സ്റ്റൻസസ് വിച്ച് ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന മെറ്റീരിയൽസിനെ എന്ത് പറയും, പോയ്സൺസ് എന്ന് പറയും. പോയ്സൺസ് വന്നു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനം തീർന്നു. പക്ഷേ പ്രൊമോട്ടേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കാറ്റലിസ്റ്റിന് വർക്ക് ചെയ്യാൻ കഴിയും. കാറ്റലിസ്റ്റ് സ്വതവേ നന്നായിട്ട് വർക്ക് ചെയ്യും, പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക. പ്രൊമോട്ടേഴ്സിനും പോയ്സൺസിനും എക്സാമ്പിൾസ് കൂടി കണ്ടുപിടിക്കുക. നമ്മൾ ഈ അഡ്സോർഷൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 2 പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്ന് അഡ്സോർഷൻ, 2 കൊളോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ അഡ്സോർഷൻ ഇവിടെ ഏതാണ്ട് തീരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അഡ്സോർഷനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു, ആ പ്രോസസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൂടി നോക്കിയാൽ ആ ഏരിയ തീരും. ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്ന് പറയാലോ? നമുക്കറിയാം, യുദ്ധമുഖത്തൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയത് അങ്ങനെയായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഗ്യാസ് മാസ്കുകൾ ഉപയോഗിക്കും. അപ്പോൾ ആ ഗ്യാസ് മാസ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളാണ്
വെക്കുന്നത് പോയിസണസ് ഗ്യാസിനെ നെർവ് ഗ്യാസ്, മസ്റ്റാർഡ് ഗ്യാസ് തുടങ്ങിയ ഗ്യാസിനൊക്കെ അബ്സോർബ് ചെയ്ത് പോകും. ഓക്കെ, പിന്നെ ക്രോമാറ്റോഗ്രാഫിക് അനാലിസിസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ക്രോമാറ്റോഗ്രാഫി പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടാവും. അന്ന് നമ്മൾ പഠിച്ചിരുന്നു അഡ്സോർഷനെ കുറിച്ച് ഉദാഹരണം നമുക്ക് അന്ന് കിട്ടിയതാണ്, ഓർമ്മയുണ്ട്. അപ്പോൾ അഡ്സോർബെൻ്റായിട്ട് ഉപയോഗിച്ചിരുന്നത് സിലിക്ക ജെൽ അല്ലെങ്കിൽ അലുമിന, ഒരു നമ്മൾ പറഞ്ഞില്ലേ കോളം ക്രോമാറ്റോഗ്രാഫി, പിന്നെ തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ഒക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടാവും. അവിടെ ക്രോമാറ്റോഗ്രാഫിയിലും അഡ്സോർഷൻ എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ, ഈർപ്പം കുറയ്ക്കാൻ, നമ്മൾ തുടങ്ങിയത് ഓർമ്മയുണ്ടാവും. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വരുന്ന പെട്ടീൻ്റെ ഉള്ളിൽ സിലിക്ക ജെൽ ഇട്ടിട്ടാണ് വരിക എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ എയറിനെ അബ്സോർബ് ചെയ്യുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസിനെ അബ്സോർബ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും? പ്രഷർ കുറയാം. അങ്ങനെ പ്രഷർ കുറയ്ക്കുമ്പോൾ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ അഡ്സോർഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. മറ്റൊന്ന് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഹെറ്ററോജീനിയസ് കാറ്റലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ പറയുന്ന അഡ്സോർഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മെക്കാനിസം. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മെറ്റലർജി. നമ്മൾ വരുന്നു, വലിയൊരു ചാപ്റ്റർ, നല്ല രസകരമായൊരു ചാപ്റ്റർ വരുന്നു. അതായത് ലോഹങ്ങളെ നിർമ്മിക്കുന്നതും സംസ്കരിക്കുന്നതും, ദ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ ഓൾസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ, മെറ്റലിൻ്റെ പ്യൂരിഫിക്കേഷൻ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഡ്രസ്സിങ് പ്രോസസ്സ്. ദാറ്റ് മീൻസ് ശരിക്കും നമ്മൾ പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക്, ഓറിൻ്റെ കോൺസെൻട്രേഷൻ ടെക്നിക്ക്. സൾഫൈഡ് ഓഴ്സിനെയാണ് സാധാരണ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മെത്തഡ് ഈസ് കോൾഡ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മലയാളത്തിൽ പ്ലവന പ്രക്രിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ ആക്ട് ചെയ്യുന്ന മെക്കാനിസം തന്നെയാണ് അഡ്സോർഷൻ തന്നെയാണ്. സോ ബൈ ദീസ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർഷൻസ് ആർ ഓവർ. ഇപ്പോൾ അഡ്സോർഷൻ എന്ന് പറയുന്നൊരു ഏരിയ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. കാരണം ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ധാരാളം മെക്കാനിസങ്ങളും ഡെറിവേഷൻസും മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത, കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ 4 ചാപ്റ്റേഴ്സിൽ കണ്ടതാണ്, വലിയ വിഷമമില്ലാത്തൊരു ഭാഗമാണ്. നന്നായി പഠിക്കുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു അഗെയിൻ. റൈറ്റ്.